താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികൾക്ക് ജാമ്യമില്ല. 6 വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്നും ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ, 15 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ ഈ സംഭവം നടന്ന് 1 മാസം പിന്നിടുമ്പോഴും ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തുടരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇവരുടെ ജാമ്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്? ജാമ്യം എപ്പോഴും അവകാശമല്ല എന്നും അതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഹൈക്കോടതിക്ക് ഇത്തരത്തിൽ ജാമ്യം നിഷേധിക്കുന്ന നിലപാടെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കുട്ടികൾ ചെയ്തത് അത്ര ചെറിയ കുറ്റമല്ല, ചെറിയ കാര്യമല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ 25-ാം തീയതി സർക്കാരിന്റെ കൂടി റിപ്പോർട്ടിന് വേണ്ടിയായിരുന്നു ഹൈക്കോടതി കാത്തിരുന്നത്. അതിനുശേഷം വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. കുട്ടികൾക്കെതിരെ, കുട്ടികളുടെ ജീവന് ഭീഷണിയുണ്ട്, കുട്ടികൾക്ക് ഇതിനകം തന്നെ ഭീഷണി കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്ന് വരെ ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുട്ടികളുടെ ജാമ്യം നിഷേധിച്ചത്. ഈ 6 പേരും ഇപ്പോൾ കോഴിക്കോട് വെള്ളിമാടുകുന്നിലുള്ള ജുവനൈൽ ഹോമിലാണ് ഉള്ളത്, ഒബ്സർവേഷൻ ഹോമിലാണ് ഉള്ളത്. ഇത് തുടരട്ടെ എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. മാത്രമല്ല, ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഇത്തരം ഇടപെടലുകളിൽ കുഞ്ഞുങ്ങൾ ചെന്ന് പെടുന്നത്, ഇത്തരം ഒരു കാര്യങ്ങൾ, അതായത് കൊലപാതകം നടത്തുകയും അത് ആസൂത്രിതമായി കൊലപാതകം നടത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതും അതിൽ കുറ്റബോധമില്ലാതിരിക്കുകയും ചെയ്യുന്നതായിരുന്നു കേരളത്തെ ഷഹബാസ് കൊലപാതകം കൊണ്ട് ഏറ്റവും അധികം ഞെട്ടിച്ച വസ്തുത അതായിരുന്നു. അത് പുറത്തു വന്നപ്പോൾ തന്നെ കോടതി അത്തരം കാര്യങ്ങളിലൊക്കെ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, മാതാപിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നതിൽ പങ്കില്ല എന്നും കോടതി ചോദിക്കുകയുണ്ടായി. ഹർജിക്കാർ അതേസമയം ഈ കുട്ടികൾ ജില്ലയിൽ പ്രവേശിക്കാതെ നോക്കിക്കൊള്ളാമെന്ന് എറണാകുളം കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആദ്യം ബോധ്യപ്പെടുത്തിയെങ്കിൽ പോലും ആ സമയത്ത് ഇത് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി എത്തിയത്. ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യം ഇങ്ങനെ ഉണ്ടായതാണ്. ഇങ്ങനെ ഹർജിക്കാർ, അതായത് ജില്ലയിൽ കടക്കാതെ നോക്കാമെന്ന ഉറപ്പ് ഹർജിക്കാർ നൽകിയിരുന്ന സമയത്താണ്, അത് വ്യക്തമാക്കിയ സമയത്താണ് കോടതി ഇത്തരത്തിൽ ചോദിച്ചത്. മാതാപിതാക്കൾക്ക് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തതിൽ ഒരു ഉത്തരവാദിത്വമില്ലേ, ഒരു റോളുമില്ലേ എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഷഹബാസിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായിട്ടുള്ള 6 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. ജാമ്യം നൽകണ്ട എന്ന് തന്നെയാണ് കോടതിയുടെ തീരുമാനം. പക്ഷേ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം സാധാരണഗതിയിൽ തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള നീക്കത്തിൽ തന്നെയാണ്. അതായത് മെയ് മാസം 29 മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് സാധാരണ ജാമ്യത്തിലേക്ക് തന്നെ ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകും. അതിനു മുൻപായി കുറ്റപത്രം സമർപ്പിക്കുന്ന നെട്ടോട്ടത്തിലാണ് പോലീസ്. നിരവധി ഡിജിറ്റൽ തെളിവുകൾ ഇനിയും ശേഖരിക്കാനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നിരുന്നാൽ പോലും CCTV ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഷഹബാസിനെ ആക്രമിച്ച ശേഷം പ്രതികൾ സോഷ്യൽ മീഡിയയുടെ പങ്കുവച്ച ഒരു ശബ്ദ സന്ദേശം പലരും ഓർക്കുന്നുണ്ടാകും. അതായത് തങ്ങൾ പ്രായപൂർത്തിയാകാത്തവരാണ്, പ്രായത്തിൻ്റെ ആനുകൂല്യം, ഈ മരണം നടന്നാൽ പോലും പ്രായത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും, 10ാം ക്ലാസ് പരീക്ഷ ആയതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നായിരുന്നു പ്രതികൾ പറഞ്ഞത്. പക്ഷേ ഇത് കൃത്യമായ മുന്നറിയിപ്പാണ്. പ്രായത്തിൻ്റെ പരിഗണന ഉണ്ടാകില്ല, ജാമ്യം എല്ലാവർക്കും ഒരു അവകാശമല്ല. ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ, അതായത് പ്രായപൂർത്തിയാകാത്തവർ അല്ല പ്രതികൾ, പക്ഷേ എങ്കിൽ പോലും ഇവർ പുറത്തിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകും എന്ന് നിരീക്ഷിച്ചാണ് ഷഹബാസ് കൊലക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്.